സംഘപരിവാർ തെരഞ്ഞെടുപ്പിലൂടെ അവർ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ അധികാരത്തിൽ വരികയാണ് ചെയ്യുക. പക്ഷേ ആത്യന്തികമായി അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതവർ മറച്ചു വെച്ചിട്ടുമില്ല. അതായത് ഏകാധിപത്യപരമായ ഏകഭരണം ഏകവ്യക്തിയുടെ ഭരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. 1928 ജനുവരി 17 അന്നത്തെ അവരുടെ പുസ്തകം കേസരി, ആ കേസരിയിൽ 25 RSS രൂപീകരിക്കുന്ന 28 തന്നെ അവർ പറഞ്ഞു ഒറ്റയാൾ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യ ഭരണസ്ഥാപനങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കും മുന്നോട്ട് പോക്കിനും ഉപകാരപ്രദമാകുക എന്ന് പറയുന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചൊരു പ്രസ്ഥാനമാണ് അവർ. പക്ഷേ അതേസമയം ഇന്ത്യയുടെ സാഹചര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ പട്ടാള അട്ടിമറിയൊന്നും അത്ര ഈസി ആയൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അവർ തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുന്നു, ജയിക്കുന്നു. ആ ജയിക്കുന്നതിന് തന്നെ ഇപ്പം നമ്മുടെ മുൻപേയൊക്കെ നമ്മൾ പലതും പറഞ്ഞതുപോലെ PSIR പോലുള്ള പല പരിപാടികളിൽ കൂടെ തന്നെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതേപോലെ തന്നെ ഭരണകൂട സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് അവർ അധികാരത്തിൽ വരിക. പക്ഷേ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം ഗുജറാത്തിൽ നിന്ന് തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. 1992 തന്നെ ഗുജറാത്തിൽ തുടക്കം കുറിച്ച തെരഞ്ഞെടുപ്പുകൾ വേണ്ട എന്ന് പറയുന്ന സമവായം മതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർ തുടങ്ങിയിരുന്നു. പക്ഷേ 2001 മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതോടുകൂടിയാണ് അതിന് വേഗത വർദ്ധിക്കുന്നത്. സമ്രാസ് ഗ്രാമയോജന എന്ന് പറയുന്നൊരു പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചു. തെരഞ്ഞെടുപ്പ് വേണ്ട, സമവായം മതി എന്നായിരുന്നു ആ സമ്രാസ് ഗ്രാമയോജന എന്ന് പറയുന്ന അതിൻ്റെ നിലപാട്. ആ നിലപാടിൽ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വേണ്ടാത്ത പഞ്ചായത്തുകൾക്ക് 3 ലക്ഷം മുതൽ 16 ലക്ഷം വരെ സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കും എന്നായിരുന്നു. അതായത് ഈ 3 ലക്ഷം മുതൽ 16 ലക്ഷം വരെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ തുടങ്ങിയിട്ടുള്ള കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു വേരിയേഷൻസ് വരികയാണ് ചെയ്യുന്നത്. 2025 നടന്ന 4595 പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 761 പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പില്ലാത്ത സമവായ പഞ്ചായത്തുകളാണ്. ഇപ്പോൾ 16 ലക്ഷം എന്നുള്ളടത്ത് ചിലത് 30 ലക്ഷം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ഗുജറാത്ത് കടന്ന് ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, ആന്ധ്ര, തെലുങ്കാന മുതലായ സംസ്ഥാനങ്ങളിലും ഈ സമവായ പഞ്ചായത്തുകൾ സംസ്ഥാനം ഉടനീളമല്ല, പരീക്ഷണാടിസ്ഥാനത്തിൽ ചില സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടിയിട്ട് 10,000-ഓളം പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പില്ല. ഹരിയാനയിൽ ഗ്രാമപഞ്ചായത്തും കടന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ വരെ അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം ഒഴിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും നേരിട്ടാണ് പ്രസിഡൻറ്റുമാരെ തിരഞ്ഞെടുക്കുക, സർപഞ്ച് എന്ന് പറയും. ഇപ്പോൾ ഈ ആന്ധ്രയിൽ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് ഒരു സർപഞ്ചിനെ തിരഞ്ഞെടുക്കുന്നതിന് ടെൻഡർ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറയുന്നൊരു പ്രതിഭാസം വരുത്താൻ വേണ്ടി നോട്ടയെ എതിർ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വരെ സർപഞ്ചിനെ തിരഞ്ഞെടുത്ത പ്രതിഭാസങ്ങൾ ആന്ധ്രയിലുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത് ഇനിയും ഗൗരവമായ ഒരു ചർച്ചയിൽ വന്നിട്ടില്ല. അപ്പോൾ ഭരണഘടന അനുസരിച്ചിട്ട് 243C2, 243C5, 243K എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചില റൈറ്റ് ഉണ്ട്. അതായത് ഒന്ന് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശങ്ങൾ, അതേപോലെ തന്നെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അധികാരം, അതേപോലെ തന്നെ സംവരണം പോലുള്ള അവകാശങ്ങൾ. ഈ പ്രാഥമികമായ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ സമവായ പഞ്ചായത്തുകളിലൂടെ നടക്കുന്നത്. ഈ സമവായ പഞ്ചായത്തുകൾക്കെതിരായിട്ട് ഒരുപാട് കേസുകൾ പഞ്ചാബിലും ഹരിയാനയിലൊക്കെ വന്നു. പക്ഷേ നിയമലംഘനം ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസുകളൊക്കെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അനറ്റോളി ഫ്രാൻസിൻ്റെ ക്രാൻ ക്യൂബിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലൊരു ന്യായാധിപൻ ഒരു കഥാപാത്രമാണ്. ആ ന്യായാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു നിയമവിരുദ്ധ ശക്തി ബലപ്പെട്ടു വന്നാൽ നീതി വ്യവസ്ഥ അതിനെ അംഗീകരിക്കേ വേണ്ടൂ, അത് നിയമമായി മാറും എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നിയമവിരുദ്ധ ശക്തി അവർ ശക്തി പ്രാപിച്ചു വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നിയമവ്യവസ്ഥ പോലും അത് കണ്ണടക്കുകയോ അത് നിയമമായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഈ 243C2ഉം C5ഉം Kയുടെയും ലംഘനമാണത്. അടിസ്ഥാനപരമായി പൗരൻ്റെ അവകാശമാണ് സ്വന്തം ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ്
ഭരണകക്ഷിയെ മാത്രമല്ലല്ലോ തിരഞ്ഞെടുക്കുന്നത്, പ്രതിപക്ഷത്തെ കൂടിയാണ്. പ്രതിപക്ഷമില്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടാവില്ല, സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവില്ല. ഫ്രീഡം ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സംഘടന ഈ സമവായ പഞ്ചായത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള കുറുക്കു വഴിയാണിത്. ഇത് പഞ്ചായത്തുകളിൽ മാത്രം നിൽക്കില്ല, അത് പടിപടിയായിട്ടുള്ളൊരു സ്റ്റെപ്പാണെന്നാണ് ഈ ഫ്രീഡം ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടന ചൂണ്ടിക്കാണിച്ചുള്ളത്. അത് വളരെ വസ്തുതാപരമായ സത്യസന്ധമായൊരു കാര്യമാണിത്. കാരണം ജനാധിപത്യത്തിൻ്റെ നഴ്സറികളാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയും. ആ നഴ്സറികളിൽ ആദ്യം തന്നെ നടപ്പാക്കി പതുക്കെ പതുക്കെ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് പതുക്കെ ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലും ചില സ്ഥലത്ത് വന്നു, പടിപടിയായി ഈ 28 അവർ പറഞ്ഞതുപോലെ ഒറ്റയാൾ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യ സംവിധാനത്തേക്കാൾ ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്ന അവരുടെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുന്നതിനുള്ളൊരു മണ്ണൊരുക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് ഗുജറാത്തിൽ തന്നെ വലിയ പ്രക്ഷോഭം നടന്നു. വടാവാസ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ ഒരു ജഗദീശ്ത്ര ലേവ എന്ന് പറയുന്ന ഒരു 24 വയസ്സുള്ള ഒരു നിയമവിരുദ്ധധാരി പെൺകുട്ടി, അവർ തന്നെ ഇതിനെതിരെ സമരം ചെയ്തു. എൻ്റെ ഭരണഘടനാപരമായ അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് അവരതിനെ സമരം ചെയ്തു. സമരം ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി അവർ ജയിച്ചു. 104 വോട്ടിന് അവർ ജയിച്ചു. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ട് അവർ ജയിച്ചു. പക്ഷേ പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിൽ പോലും ഇത്തരത്തിൽ ശ്രമം വരുമ്പോൾ ഇവരെയൊക്കെ തന്നെ വികസന മുടക്കികൾ, ഫണ്ട് വിരോധികൾ, നമ്മുടെ വികസനത്തിന് ഫണ്ട് തരുന്നതിനെ മുടക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അധികാരത്തിൻ്റെ ശക്തികൾ ഉപയോഗിച്ച് ഇവരെ ആളുകളെ ഒറ്റപ്പെടുത്തും. പക്ഷേ ഈ പെൺകുട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതും ഗുജറാത്തിൽ നിന്ന് തന്നെ വടാവാസ പഞ്ചായത്തിൽ തന്നെ ഒരു എതിർശബ്ദം ഉയരുകയും അവരത് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരികയും ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മണ്ണൊരുക്കുമല്ലോ, ആദ്യം കിളച്ച് മറിച്ച്, ഇപ്പോൾ ട്രാക്ടറാണ്, അതൊക്കെ മണ്ണൊരുക്കിയിട്ട് വിത്ത് വിതയ്ക്കുക. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തെ തന്നെ എക്കാലത്തേക്കും ഇല്ലായ്മ ചെയ്തിട്ട് പതുക്കെ ഒരു മണ്ണൊരുക്കലാണ് ഗുജറാത്തും കടന്ന് മധ്യപ്രദേശ്, ആന്ധ്ര, തെലുങ്കാന, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വ്യാപിക്കുകയും അത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പോയിട്ട് ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും വരെ എത്തി നിൽക്കുന്ന പ്രതിഭാസം ജനാധിപത്യ സംവിധാനങ്ങളുടെ ധ്വംസനമാണ്. അതിൻ്റെ ഗൗരവത്തോടു കൂടി അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ തന്നെ ഒരു അനുഭവം, പാൽഘർ ജില്ലയിൽ 2 പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 2 പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചു. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു ശിവസേനക്കാരൻ ജയിച്ചിരുന്നു. അപ്പോൾ അയാളെ പിടിച്ച് തഹസിൽദാർ അയാളെ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2.5 വർഷം, 3 വർഷം കഴിയാതെ അതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമം അവിടെ ഉണ്ടെന്നാണ്. നമുക്കൊക്കെ അത് പുതിയ അറിവായിരുന്നു. ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ വേറെ തരത്തിലുള്ളൊരു സംവിധാനത്തിൽ കേരളം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഇതിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തെ അടിത്തട്ട് തന്നെ ആളുകളെ ഈ ഫണ്ട് മുടക്കികൾ, അപ്പോൾ ഫണ്ടിൻ്റെ സംസ്ഥാന ബജറ്റിൻ്റെ 10% മുതൽ 20% വരെ സ്പെഷ്യൽ ഫണ്ടായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഭരണഘടനാപരമായ റൈറ്റാണ്. ആ റൈറ്റിന് പകരമാണ് ഇപ്പോൾ ഈ നമ്മുടെ വലിയ ഫാക്ടറികളെ കമ്പനി മുതലാളിമാരൊക്കെ തന്നെ നമ്മുടെ സാബു ഒക്കെ ചെയ്യുന്ന പോലെ ആ ഫണ്ട് എടുത്തിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ വലിയ ദാനധർമ്മം നടത്തുന്ന ആളുകളാണെന്ന് പറയുന്ന പോലെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഗുജറാത്തിൽ കുറേ മുൻപ് പോയിട്ടാണ് ബീനെ അവരിങ്ങനെ പറഞ്ഞത്, ഒരു പഞ്ചായത്ത് ഇങ്ങനെ സമവായ പഞ്ചായത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അവരെ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞിട്ടുള്ളൊരു അനുഭവം. അതുമാത്രമാണ് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനാ ലംഘനങ്ങളെക്കുറിച്ചൊന്നുള്ള ആകെ ഒരു പരാമർശം വന്നത് അവരവിടെ ഗുജറാത്തിൽ പോയപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയ അമ്പലത്തിൽ പോയ ദളിതാളുകളെ അട്ടിയോടിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ. അപ്പോൾ വലിയ ഗ്രാമപ്രമുഖരും അതേപോലെ തന്നെ ജന്മിമാരും, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് പോലുള്ള പഞ്ചായത്തിൽ പോലും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കസേരയിൽ പോലും ഇരിക്കാനുള്ള അവകാശം ഇല്ലാതിരിക്കുന്ന ഇതാണ് കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാനങ്ങളുടെ ഒരു നിലപാട് നമ്മൾ വായിച്ചറിയുന്നത്. അപ്പോഴാണ് മണ്ണൊരുക്കിക്കൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക്, പക്ഷേ ഇതൊരു താൽക്കാലിക പ്രതിഭാസം എന്നുള്ള രൂപത്തിലേക്ക് അവർ നടപ്പാക്കുന്ന പരിപാടിയാണ്. പക്ഷേ ആ മണ്ണൊരുക്ക് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഗൗരവം ഈ ശ്രമാസ് ഗ്രാമയോജന, തെരഞ്ഞെടുപ്പ് വേണ്ട, സമവായം മതി, ഇപ്പോൾ അത് പഞ്ചായത്തിലാണ് എങ്കിൽ നാളെ അത് പതുക്കെ പതുക്കെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വരാൻ പോകുന്ന ഒരു ആപത് സൂചനയാണ് എന്ന് ഗൗരവപൂർവ്വം രാഷ്ട്രീയത്തെ ഫോളോ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നൊരു വേളയിലെങ്കിലും
ഇവിടെ ഞങ്ങൾ വലിയ ജനാധിപത്യവാദികളാണ് മറ്റേ സംഭവം എന്ന് പറഞ്ഞ് വരുന്നവരുടെ പൊയ്മുഖം ഇവരെന്താണ് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. മോഡിയുടെ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ പതുക്കെ നട്ട് നനച്ച് വളർത്തി അവർ ആ വിഷക്കാറ്റ് ഇന്ത്യ മുഴുവൻ വീശാൻ അതിനല്ല നമ്മൾ കാത്തിരിക്കേണ്ടത്, ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്ന വിഷയം.